ഇന്നത്തേത് എല്ലാവർക്കും തന്നെ അടുക്കളയിൽ ഉപകരിക്കുന്ന കുറച്ച് നല്ല കുഞ്ഞി ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു ടിപ്പ് ഏതാണെന്ന് നോക്കാം. നമ്മളൊക്കെ സാധാരണയായിട്ട് കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങണ സമയത്തോ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ നിന്നൊക്കെ ഇതുപോലത്തെ ഫ്രീ ആയിട്ട് ഗ്ലാസ്സൊക്കെ കിട്ടാറില്ലേ. ഇതിലതായി ലേബലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല മടിയായിരിക്കും. അപ്പോൾ ഈ ലേബൽ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കളയണേന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഗ്ലാസിൻ്റെ ലേബലുള്ള ഈ ഒരു ഭാഗമില്ലേ, ഇത് ഈ വിനാഗിരിയിൽ മുങ്ങി നിൽക്കുന്ന പോലെ വെക്കാം. ഈ ഒരു ലേബലുള്ള ഭാഗം വിനാഗിരിയിൽ മുങ്ങി തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മുടെ നഖമൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഈ പെയിൻറ്റ് മുഴുവനും പോകും. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീഴുമൊന്നുമില്ല. 30 സെക്കൻഡ് നേരമൊക്കെ മതിയാകും. അതിനുശേഷം ഇതൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഗിഫ്റ്റ് കിട്ടുന്ന ഗ്ലാസ്സിൽ ലേബലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കേണ്ട. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ലേബലൊക്കെ കളഞ്ഞിട്ട് എടുക്കാമല്ലോ. ഇനി അടുത്തതായിട്ട് മണ്ണും വളമൊന്നും ഇല്ലാതെ പോഷക സമൃദ്ധമായിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് 2 പിടി ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 12 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ചെറുപയർ മാത്രമല്ല കേട്ടോ, കടുക്, ഉലുവ, വൻപയർ, കടല ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ മുളപ്പിച്ചിട്ടെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ചെറുപയർ മാത്രമേ മുളപ്പിച്ചിട്ടെടുക്കുന്നുള്ളൂ. ഇതായി ചെറുപയറിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. 12 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ചെറുപയറൊക്കെ നന്നായി തന്നെ മുളച്ചിട്ടുണ്ടാവും. ഇതുപോലെ. ഇനി ചെറുപയറൊക്കെ വളർത്തിയെടുക്കാനായിട്ട് നിറയെ ഹോൾസുള്ള ഇതുപോലത്തെ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ സ്വീറ്റ്സോ ഒക്കെ വാങ്ങിക്കണ സമയത്ത് കിട്ടണ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഉണ്ടാവില്ലേ, ഇതിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് എടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ബാസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് ഞാനിതാണ് എടുക്കണത്. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റില്ലേ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ വെച്ച് കൊടുക്കണ പാത്രം ഈ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ താഴെയുള്ള പാത്രത്തിൽ വെള്ളം എടുക്കാനായിട്ട്. ഇനിതാ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചെറുപയറല്ലേ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഈർപ്പം നിലനിൽക്കാനായിട്ട് നനച്ചെടുത്തിട്ടുള്ള ഒരു തുണി വെച്ച് കൊടുക്കാം. ഇനി അടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത ശേഷം ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിലും ചെറുപയറൊന്ന് നിരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നനച്ചെടുത്തിട്ടുള്ള ഒരു തുണി ഇട്ട് കൊടുക്കാം. ഒരു ദിവസം മാത്രം ഇതിങ്ങനെ മൂടി വെച്ചാൽ മതി. ഇത് വെള്ളത്തിൽ ചെറുപയറൊക്കെ വളർത്തിയെടുക്കുന്ന രീതിയാണ്. വെള്ളമില്ലാതെ വെറും തുണി വെച്ചിട്ടും നമുക്ക് ഈ ചെറുപയറൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പ്രാവശ്യം മടക്കിയെടുത്തിട്ടുള്ള വൃത്തിയുള്ള ഒരു തുണി വെച്ച് കൊടുക്കാം. ചെറിയൊരു കട്ടി കിട്ടാനായിട്ടാണ് തുണി ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കണത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മുളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറില്ലേ ഇതിങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ടും നനച്ചെടുത്തിട്ടുള്ള വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കാം. ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു തുണിയെടുത്ത് മാറ്റണേ. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം നനച്ച് കൊടുക്കാനും മറന്നു പോവല്ലേ. ഞാനിനി ഇത് അടുക്കളയിലെ ജനലിൻ്റെ പടിയിലാണ് വെക്കണത്. ഇതിപ്പോൾ വെച്ചിട്ട് 2 ദിവസമായി. അപ്പോഴേക്ക് തന്നെ ഇത് കുറച്ചൊന്നും വളർന്നിട്ടില്ലേ. നമ്മൾ തുണിയിൽ വെച്ചതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ വേഗത്തിൽ വളർന്നത് വെള്ളത്തിൽ വെച്ചതാണ്. ഇനി ഇതൊന്ന് നനച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചതില്ലേ 2 ദിവസം കൂടുമ്പം ഈ ഒരു വെള്ളം ഒന്ന് മാറ്റിയാലും നല്ലതാണ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള വളർച്ചയാണ് കേട്ടോ ഇത്. നമ്മൾ ആ തുണിയിൽ വെച്ചത് ഇപ്പം നല്ലോണം തന്നെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മൈക്രോ ഗ്രീൻസൊക്കെ കുറേയും കൂടെ വലുതായില്ലേ. ഞാനിത് വെച്ചിട്ട് 6 ദിവസമായി. ഇത്രയും വലുപ്പം വെച്ചാൽ മതി. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. വെള്ളത്തിൽ വെച്ചതാണ് കുറച്ചും കൂടെ വലുതായിട്ടുള്ളത്. 2 പിടി പയറിൽ നിന്നുമാണ് കേട്ടോ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് തോരനോ സാലഡ്സോ ഒക്കെ തയ്യാറാക്കാം. കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ടാവും. യാതൊരു വിഷാംശവുമില്ലാത്ത ഇതുപോലത്തെ ഇലക്കറികളൊക്കെ എപ്പോഴും കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
പ്രത്യേകിച്ചൊരു പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് വളർത്തിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ മൈക്രോ ഗ്രീൻസൊക്കെ ഇതുവരെ വളർത്തി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്തതായിട്ട് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കാനായിട്ട് മടിയുള്ളപ്പോഴോ അല്ലെങ്കിൽ ഒട്ടും സമയമൊക്കെ ഇല്ലെങ്കിലോ പെട്ടെന്ന് എങ്ങനെയാണ് മാവ് കലക്കി ഒഴിച്ച് ചപ്പാത്തി തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും പിന്നെ കുറേശ്ശെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു മാവ് ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, അതുപോലെ ഒത്തിരി ലൂസായിട്ട് പോകാനും പാടില്ല കേട്ടോ. അതായത് ഈ ഒരു പാകത്തിലാണ് ഈ മാവ് ഇരിക്കേണ്ടത്. ഇനി മാവ് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ തയ്യാറാക്കാറില്ലേ, അതുപോലെ തന്നെ ഇനി ഒരു 40 സെക്കൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് ഗോതമ്പ് ദോശ തന്നെ അല്ലേന്ന്. അല്ല കേട്ടോ, ഇതിന് ഗോതമ്പ് ദോശയുടെ രുചിയേ ആയിരിക്കില്ല. നമ്മളിതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മുകളിൽ ഇതുപോലെ അമർത്തി തയ്യാറാക്കണ കൊണ്ട് തന്നെ ഏകദേശം ഇതിന് ചപ്പാത്തിയുടെയൊക്കെ ടേസ്റ്റാണ് ഉണ്ടാവുക. എന്നാൽ മുഴുവനായിട്ട് ചപ്പാത്തി എന്ന് പറയാനും പറ്റില്ല. ഗോതമ്പ് ദോശയുടെയും ചപ്പാത്തിയുടെയൊക്കെ ഇടയ്ക്കൊരു പാകത്തിലാണ് നമുക്കിത് കിട്ടുക. അതുപോലെ ഇത് ചൂടോടെ കഴിക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്കും ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കാനുള്ള സമയമൊക്കെ ഇല്ലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതുപോലെ ചെയ്യാനായിട്ടും നല്ല എളുപ്പമല്ലേ. ജസ്റ്റ് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പം ഈ ഒരു മാവ് നല്ലോണം കുഴച്ചെടുത്ത ശേഷം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് പൂരിയുടെ വലിപ്പത്തിൽ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. എല്ലാതും കുറച്ചൊന്ന് കട്ടിയിൽ നമ്മൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കണ പോലെയാണ് കേട്ടോ പരത്തിയിട്ടെടുക്കേണ്ടത്. മുഴുവനും ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടാണ് പരത്തിയിട്ടെടുക്കുന്നത്. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാനായിട്ടാണ് ഇതുപോലെ എണ്ണ തൂത്ത് കൊടുത്ത ശേഷം പൊടിയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിലും കുറച്ച് എണ്ണയും അതുപോലെ ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കണേ. ഞാൻ ഇതുപോലത്തെ 5 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. ഒരേ സമയം ഇങ്ങനെ 10 ചപ്പാത്തി വരെ നമുക്ക് പരത്തിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ. മുഴുവനും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കാറില്ലേ, അതുപോലെ തന്നെ പരത്തിയിട്ടെടുക്കാം. ഇത് നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോഴേക്കും ഒരു ചപ്പാത്തിയുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. ഇനി ഇത് കൈകൊണ്ടെടുത്തിട്ട് തിരിച്ച് വയ്ക്കാം. അതിനുശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡ് മറിച്ചിട്ട് കൊടുക്കുമ്പോഴും ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടൊന്ന് തിരിച്ച് വയ്ക്കാനായിട്ടും മറന്നു പോവല്ലേ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. 2 സൈഡും വേഗണതനുസരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ളപ്പം ഈ ഒരു രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സുകൾ. ഇതിൽ മിക്കതും തന്നെ നിങ്ങൾക്കൊക്കെ അറിയണതായിരിക്കാം. എന്നാലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്